അധികം മസാലയൊന്നും ചേർക്കാത്ത ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? കഴിച്ചപ്പോൾ ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ബട്ടറും ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തന്നെ സവാള കുറച്ച് മൊരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓയിലാണ് കേട്ടോ ചേർത്തത്. അതിലേക്ക് പട്ട ഗ്രാമ്പൂ ചേർത്തതിന് ശേഷം 2 സവാളയാണ് ഞാനിവിടെ ചേർത്തത്. അതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി അതിൻ്റെ കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആകെ 2 പൊടികൾ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഒരു മസാലയും. അത് ഫുള്ള് മല്ലി, കുരുമുളക്, ഉണക്കമുളക്, പട്ട അത്രയും നമ്മൾ പാനിൽ ഒന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്താണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു മസാലകളും ഇല്ല. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പിടിയോളം വറുത്ത് വെച്ച സവാളയില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക. അതിലൊന്നും പിശുക്ക് കാണിക്കേണ്ടാതെ. പിന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ഒക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ചിക്കൻ 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കേണ്ട. വെള്ളമൊക്കെ ചിക്കനിൽ തന്നെ ഇറങ്ങിക്കോളൂ എന്നേ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 1 ഗ്ലാസ് റൈസാണ് എടുത്തത്. അപ്പോൾ 1.25 വെള്ളത്തിൽ ആവശ്യത്തിന് സ്പൈസസും അതുപോലെ ഉപ്പും ഇട്ട് ഞാൻ കുറച്ച് മിൻറ്റിൻ്റെ ലീവ്സും മല്ലിയിലയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 80% നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതേ ചിക്കൻ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്താപ്പാ നമുക്കൊന്ന് അങ്ങ് ദം ചെയ്യാം. ഈ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് വേവിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കിസ്മിസ്, കാഷ്യൂ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കിസ്മിസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കാഷ്യൂ മാത്രമാണ് കേട്ടോ ചേർത്തത്. പിന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലും ഒക്കെ അങ്ങ് ചേർക്കാം. പിന്നെ ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടിച്ച് കഴിക്കരുത്. ഒരു അരമണിക്കൂറും കൂടി ആ ദമ്മ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു കിടിലം മണം വരും കേട്ടോ. പിന്നെ അതൊന്നും നോക്കില്ല, പ്ലേറ്റ് എടുത്ത് അങ്ങ് കഴിച്ചു. അധികം മസാല ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇല്ലേ കിടിലനായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയണതല്ല, അടിപൊളിയാണ്.